Hi friends, welcome to Commerce Bytes. I hope you people are all doing well. നമ്മളിപ്പോൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് മോഡൽ ടെസ്റ്റ് പേപ്പർ സീരീസ് ആണ്. ഇതിലെ പാർട്ട് 5 ആണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് വി ആർ ഹാവിങ് 7 ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സെറ്റാണ് നമ്മൾക്കുള്ളത്. ഓക്കെ, നമ്മൾ ഒരു 4 വീഡിയോസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുന്നത് നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. കേരള സെറ്റ് 2021 വേണം, എനിക്കത് വേണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലേസാണ് കൊമേഴ്സ് ബൈറ്റ്സ്. കാരണം നമ്മൾ പേപ്പർ 1ൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും ക്ലിയർ ചെയ്തിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന് പ്ലേലിസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം ക്ലിയറായി വ്യക്തമായി തന്നെ അറിയാൻ പറ്റും. ഓക്കെ, സോ നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു മോഡൽ ടെസ്റ്റ് പേപ്പർ സീരീസാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ നമ്മൾ 4 മോഡൽ ടെസ്റ്റ് പേപ്പർ സീരീസ് കഴിഞ്ഞു. ഈ 4 ടെസ്റ്റ് പേപ്പർ സീരീസിലും നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്തത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും ബാക്കിയുള്ള BEd പോർഷൻസിനാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു കേരള സെറ്റിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കൂട്ടുന്ന നമ്മളുടെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൻ്റെ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അവർക്കുള്ള ഒരു ഇൻഫർമേഷൻ, നമ്മൾക്ക് 11 പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓൾമോസ്റ്റ് ഒരു 200 എബവ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി ആക്സസിബിളായിട്ട് എല്ലാ വീഡിയോസും കാണാൻ പറ്റും, അതുപോലെ തന്നെ ഫോളോ ചെയ്യാനും പറ്റും. ഓക്കെ, ഹയർ എഡ്യൂക്കേഷൻ ഇപ്പം നമ്മൾ എടുക്കാൻ പോകുന്ന ടോപ്പിക്കിനെ പറ്റിയിട്ട് ഞാൻ ഒരു 6 to 7 വീഡിയോസ് ഹയർ എഡ്യൂക്കേഷൻ്റെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഹയർ എഡ്യൂക്കേഷൻ എന്ന ടോപ്പിക്ക് മാത്രമായിട്ട്. ഓക്കെ, സോ ആ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ മതി, ഇറ്റ്സ് ഫുൾഫിൽഡ് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്തിക്കോളും. ഓക്കെ, സോ ഇപ്പോൾ നമ്മൾക്ക് മോഡൽ ടെസ്റ്റ് പേപ്പർ സീരീസിൽ നമുക്ക് ഈ ഒരു ഹയർ എഡ്യൂക്കേഷൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്ന് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, so the first question is സർവ ശിക്ഷ അഭിയാൻ aimed at. സർവ ശിക്ഷ അഭിയാൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോക്കസ് എന്തിലേക്കാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് ആർ എഡ്യൂക്കേഷൻ അറ്റ് ചിൽഡ്രൻ ബിറ്റ്വീൻ 6 and 14 years. ഓപ്ഷൻ ബി എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ് അപ് ടു ദ ഗ്രാജുവേഷൻ ലെവൽ. ഓപ്ഷൻ സി education of scheduled caste and scheduled tribe students of 6 to 14 years. And the last option is adult education. Here the answer will be education at children between 6 and 14 years. ഞാൻ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൽ നിങ്ങൾക്ക് കുറേ അധികം ടിപ്സും ട്രിക്സും മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവർ മസ്റ്റായിട്ട് കണ്ടിരിക്കണം, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സും പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റിയ കുറേ അധികം ടിപ്സും ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു പോയിൻ്റ് സർവശിക്ഷ അഭിയാൻ, ഇതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? സർവശിക്ഷ അഭിയാൻ എല്ലാ സ്റ്റുഡൻസിനും ശിക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എഡ്യൂക്കേഷനാണ്. ഓക്കെ, ശിക്ഷ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് സർവശിക്ഷ അഭിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടേമിൻ്റെ അർത്ഥം അറിയാമെങ്കിൽ നിസ്സാരമായിട്ട് നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നോട്ട് ചെയ്യാം. റൈറ്റ്, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എഡ്യൂക്കേഷൻ അറ്റ് ചിൽഡ്രൻ ബിറ്റ്വീൻ 6 to 14 ഇയേഴ്സ്. ആൻഡ് ശിക്ഷ അഭിയാൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് 2000, 2001, 2002 ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സർവശിക്ഷ അഭിയാൻ എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സർവശിക്ഷ അഭിയാൻ 86th അമെൻമെൻ്റ് ആണ്. ഓക്കെ, 86th അമെൻമെൻ്റ് ആണ് എന്നുകൂടെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ 6 to 14 ഇയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ്, ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസിന് കമ്പൽസറി എഡ്യൂക്കേഷനാണ് സർവശിക്ഷ അഭിയാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പേർപ്പസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് നവോദയ സ്കൂൾസ്. നവോദയ സ്കൂൾസ് എന്ന് പറഞ്ഞ സ്കൂൾസ് കേട്ടിട്ടുണ്ടാവും അല്ലേ? സോ ഇതിൻ്റെ എസ്റ്റാബ്ലിഷ് ചെയ്തതിൻ്റെ പേർപ്പസ് എന്താണ്, മെയിനായിട്ടുള്ള അവരുടെ ആ ഒരു ഒബ്ജക്റ്റീവ് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഓപ്ഷൻസ് ആർ ടു കംപ്ലീറ്റ് സർവശിക്ഷ അഭിയാൻ ഇൻ റൂറൽ ഏരിയാസ്. ഓപ്ഷൻ ബി ടു പ്രൊവൈഡ് ഗുഡ് എഡ്യൂക്കേഷൻ ഇൻ റൂറൽ ഏരിയാസ്. ആൻഡ് ഓപ്ഷൻ സി ചെക്ക് വേസ്റ്റേജ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻ റൂറൽ ഏരിയാസ്. ആൻഡ് ഓപ്ഷൻ ഡി ടു ഇൻക്രീസ് നമ്പർ ഓഫ് സ്കൂൾസ് ഇൻ റൂറൽ ഏരിയാസ്. Here the answer will be option B, that is to provide good education in rural areas. അതായത് ഈ നവോദയ സ്കൂൾസിൻ്റെ മെയിനായിട്ടുള്ള എയിം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് റൂറൽ ഏരിയാസിൽ കുറേ അധികം ടാലൻറ്റഡ് ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുറേ അധികം സ്റ്റുഡൻസ് ഉണ്ടാവും. സോ റൂറൽ ഏരിയാസിൽ പെട്ടുപോയി എന്നുള്ളൊരു കാരണം കൊണ്ട് അവരുടെ ആ ഒരു ടാലൻറ്റ് ഒന്നും
നഷ്ടപ്പെടുത്താതെ തന്നെ ആ ഒരു നവോദയ സ്കൂൾസ് അവിടെ ഒരു എക്സാം കണ്ടക്ട് ചെയ്യും. സോ ആ എക്സാമിൽ എത്ര പേരാണ് മെറിറ്റ് സീറ്റിൽ കയറുന്നത്, അങ്ങനെയുള്ള കുട്ടികൾക്ക് പ്രോപ്പറായിട്ടുള്ള ഗുഡ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു നവോദയ സ്കൂൾസിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പോൾ പറയുന്ന ഓരോ കാര്യങ്ങൾ മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങളുടെ നോട്ട്ബുക്കിൽ മംഗ്ലീഷിലോ ഇംഗ്ലീഷിലോ ഇപ്പോൾ തന്നെ നോട്ട് ഡൗൺ ചെയ്യുക. കാരണം ഇപ്പം ഞാനിത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ മാം പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിരിക്കും നിങ്ങൾക്ക്. പക്ഷേ പിന്നീട് എപ്പോഴെങ്കിലും അത് വായിച്ചു നോക്കുമ്പോൾ അയ്യോ നവോദയ സ്കൂൾസ് എന്തായിരുന്നു എന്നുള്ള ആ ഒരു ഡൗട്ട്ഫുൾ മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ലെക്ചർ നോട്ട് നിങ്ങളൊപ്പം തന്നെ പ്രിപ്പയർ ചെയ്യണം എന്ന് ഞാൻ പറയുന്ന കാര്യം. ഓക്കെ, സോ എൻ്റെ ക്ലാസ് എപ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോഴും കീപ്പ് എ ബുക്ക് ആൻഡ് പെൻ ഫോർ മീ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നോട്ട്സ് എഴുതാം. ഞാൻ എങ്ങനെയാണോ പറയുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫോർവേഡ് അടിച്ച് കാണാം, അല്ലെങ്കിൽ ബാക്ക്വേർഡ് അടിക്കാം, എങ്ങനെ വേണമെങ്കിലും കാണാം അല്ലേ. യൂട്യൂബിലെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. സോ അക്കോർഡിംഗ് ടു യുവർ പെർസ്പെക്റ്റീവ്, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ഉചിതം എന്ന് തോന്നുന്നത് അതുപോലെ വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, സോ നവോദയ സ്കൂൾസിൻ്റെ പേർപ്പസ് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പ്രൊവൈഡ് എ ഗുഡ് എഡ്യൂക്കേഷൻ ഇൻ ദ റൂറൽ ഏരിയാസ്, റൈറ്റ്? സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Yes. Which of the following represents Vivekananda's contribution to education? വിവേകാനന്ദ എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യം, അതായത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള കാര്യം എന്താണ് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് ആർ: ഓപ്ഷൻ എ എഡ്യൂക്കേഷൻ ഫോർ ഇൻ്റർനാഷണൽ അണ്ടർസ്റ്റാൻഡിംഗ്, ഓപ്ഷൻ ബി ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, ഓപ്ഷൻ സി ബേസിക് എഡ്യൂക്കേഷൻ, ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ ഫോർ മാൻ മേക്കിംഗ്. വിവേകാനന്ദ എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ അറിയാം. സോ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിവേകാനന്ദ നല്ലൊരു മനുഷ്യനാണ്. സോ അദ്ദേഹം എപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് നല്ലൊരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു എഡ്യൂക്കേഷനാണ് അദ്ദേഹം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊരു കീ പോയിൻ്റ് വെച്ച് എഴുതി വയ്ക്കുക. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ താഴെ, ഇല്ലെങ്കിൽ നിങ്ങളിപ്പം നോട്ട് ഡൗൺ ചെയ്തതിൻ്റെ താഴെ തന്നെ എഴുതുക വിവേകാനന്ദ ഒരു സ്ലാഷ് ഇട്ടിട്ട് ഒരു ഹൈഫൺ ഇട്ടിട്ട് എഴുതുക എഡ്യൂക്കേഷൻ ഫോർ മാൻ മേക്കിംഗ്. അതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടേക്കൂ, ഒരു സ്കെച്ച് പെൻ വെച്ചോ മാർക്കർ വെച്ചോ ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടേക്കൂ. ഇനി നിങ്ങളുടെ മൈൻഡിലേക്ക് ഇനി വരേണ്ടത് വിവേകാനന്ദ എന്ന് എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ ആദ്യം ഓടിയെത്തേണ്ട പോയിൻ്റ് ഹീ ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ ഫോർ മാൻ മേക്കിംഗ്. ഒരു നല്ല മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നതിലാണ് വിവേകാനന്ദ കൂടുതൽ ഫോക്കസ് കൊടുത്തത് എന്നുള്ള ആ ഒരു പോയിൻ്റാണ് നിങ്ങൾക്ക് ആദ്യം മനസ്സിലേക്ക് ഓടിയെത്തേണ്ടത്. അണ്ടർസ്റ്റുഡ്? ഇതുപോലെ വേണം നിങ്ങൾ പഠിക്കാൻ. ഇതുപോലെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ കുറേ നാൾ ഇത് റീറ്റെയിൻ ചെയ്യുകയും ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു കണക്ഷൻ മനസ്സിലായി. ഓക്കെ, വിവേകാനന്ദ എന്ന് പറയുമ്പോൾ തന്നെ നല്ല ഒരു മനുഷ്യനെ ക്രിയേറ്റ് ചെയ്തെടുത്തതാണ് വിവേകാനന്ദൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ടുള്ള ഒരു ആസ്പെക്റ്റ് എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിലേക്ക് ഓട്ടോമാറ്റിക്കലി വരും. അതല്ലേ ഏറ്റവും നല്ലത്? യെസ്, ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ. ഖത്തരി കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ്ഡ് ഇൻ. ഏത് ഇയറിലാണ് ഖത്തരി കമ്മീഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തത് എന്ന്? ഓപ്ഷൻസ് ആർ 1986, ഓപ്ഷൻ ബി 1956, ഓപ്ഷൻ സി 1966 ആൻഡ് ഓപ്ഷൻ ഡി 1976. ഞാൻ തൊട്ടു മുന്നത്തെ വീഡിയോയിൽ മെൻഷൻ ചെയ്തിരുന്നു, നിങ്ങൾ ഇയർ പഠിക്കണ ടൈമിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ നിങ്ങളുടെ കസിൻസിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും റിലേറ്റ് ചെയ്ത് വെച്ച് പഠിക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ അത് കുറേ നാൾ നിൽക്കുകയും ചെയ്യും, അത് റീറ്റെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ടാണെങ്കിലും പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? എനിക്ക് വേണ്ടത് എൻ്റെ സ്റ്റുഡൻസ്, എന്നെ ഫോളോ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും കേരള സെറ്റ് 2021 ക്രാക്ക് ഔട്ട് ചെയ്യണം. സോ അതിന് വേണ്ട എല്ലാ കുറുക്കു വഴികളും ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കും. അത് എൻ്റെ വാക്കാണ്. ഓക്കെ, സോ ഖത്തരി കമ്മീഷൻ്റെ റിപ്പോർട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് 1964, 1966. നിങ്ങൾ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടത് 1966 എന്നുള്ളതാണ്. പിന്നെ ഖത്തരി കമ്മീഷൻ്റെ അടുത്ത് തന്നെ ഒരു ഹൈഫണിട്ട് എഴുതിയിട്ടുള്ളൂ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് ഖത്തരി കമ്മീഷന് തന്നെയാണ്. It examines all the aspects of education sector to evolve general pattern of education. എല്ലാ കാര്യത്തിലും കയറി ഇടപെട്ടോളും. അതാണ് ഖത്തരി കമ്മീഷൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഖത്തരി കമ്മീഷനെ നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. സോ ആ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വയ്ക്കുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഖത്തരി കമ്മീഷനെ തന്നെയാണ് നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയാൻ കാരണം ഈ ക്വസ്റ്റ്യൻ വരാൻ
കുറേയധികം ചാൻസസ് കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ റിപ്പീറ്റ് ചെയ്ത് പറയാനുള്ള റീസൺ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എയിം ഓഫ് നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ. നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ, നിങ്ങൾ എന്നെ റെഗുലറായിട്ട് ഫോളോ ചെയ്യുന്ന എൻ്റെ ഹയർ എഡ്യൂക്കേഷൻ സീരീസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാൻ പറ്റും. കാരണം ഞാൻ ഈ ഒരു സെഷൻ ഓൾറെഡി എടുത്തിട്ടുള്ളതാണ്. ഇപ്പം മനസ്സിലായോ, ഞാൻ എൻ്റെ ക്ലാസ്സസ് എല്ലാം നല്ല രീതിയിൽ തന്നെ എൻ്റെ സീരീസ് പ്ലേലിസ്റ്റ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് വളരെയധികം ഈസി ആയിരിക്കും. കാരണം ഞാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു ബ്രീഫിംഗ്, ഒരു സമ്മറി പോലെയാണ് ഈ ഒരു മോഡൽ ടെസ്റ്റ് പേപ്പേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ പോർഷനിൽ നിന്നും ഒരു ടച്ചപ്പ് കിട്ടും. ഓക്കെ, എല്ലാ പോർഷനും ഒന്ന് ഓൾ അറൗണ്ടായിട്ട് ടച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഓക്കെ ഈ ഓരോ ഏരിയാസാണ് ഞാൻ നോട്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, സോ നാഷണൽ കൗൺസിൽ ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ എന്നതിൽ ആ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഈ ഒരു കൗൺസിൽ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൗൺസിൽ ഫോക്കസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിൽ വേണം നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, സോ ദിസ് ഇസ് ടു അച്ചീവ് പ്ലാൻ ആൻഡ് കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ദ ഡെവലപ്മെൻറ്റ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ സിസ്റ്റം ത്രൂ കൺട്രി regulation and maintenance of standard in teacher education system. സോ ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു NCTE, അതായത് നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ്റെ മെയിനായിട്ടുള്ള എയിം. Okay, so here the option will be option C, that is to maintain standard in college of education. Okay, so I hope this question is all clear to you. Let's move to the next question. Yes, so the next question is team teaching aimed at. Options are developing competitive spirit. Option B, criticizing by highlighting gaps in each other teaching. Option C, developing the habit of supplementing the teaching of each other. And option D, completing the curriculum before the time. So here the answer will be developing the habit of supplementing the teaching of each other. ഈ ഒരു ടീം ടീച്ചിങ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഞാൻ ടൈപ്സ് ഓഫ് ടീച്ചിങ് മെത്തേഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ദ ടോപ്പിക്. നിങ്ങൾ ഡെയിലി ടോപ്പ് മിനി സീരീസിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞത് കാണാൻ പറ്റും. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഡെയിലി ടോപ്പ് മിനി സീരീസ് എന്ന് പറയുന്ന എല്ലാ ടൈപ്പ് ഓഫ് സീരീസും നിങ്ങൾ കവർ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഈസിയായി തന്നെ ഈ ഒരു കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നൗ ലെറ്റ്സ് മൂവ് ടു ദി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഓഫ് ദിസ് സീരീസ്. Question number 7, education as force makes an individual self-reliant as well as selfless. The statements relates to. Options are option A, Samaveda, option B, Rigveda, option C, Vedananda and option D, Upanishads. ഈ 4 ടേംസിനെ പറ്റി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും. ഈവൻ ദോ ഇപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് വേദാന്തയാണ്. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾ ഇവിടെ മാർക്ക് ചെയ്ത് വെക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേദാന്ത എന്ന് എഴുതിയിട്ട് അവിടെ ഒരു ഹൈഫൺ ഇട്ട് വയ്ക്കാം. ഹൈഫൺ ഇട്ടിട്ട് അതിൻ്റെ നേരെ തന്നെ എഴുതുക സെൽഫ് റിലേറ്റൻറ്റ് ആസ് വെൽ ആസ് സെൽഫ്ലെസ് എന്ന് പറയുന്ന അങ്ങനെ ആ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ആ ഒരു ഫ്രേസായിട്ട് എഴുതി വയ്ക്കാം. സോ നിങ്ങൾ റിവ്യൂ ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് വേദാന്ത ഓക്കെ സെൽഫ് റിലേറ്റൻറ്റ് ആസ് വെൽ ആസ് സെൽഫ്ലെസ് എന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് സാമവേദ, ഋഗ്വേദ, വേദാനന്ദ ആൻഡ് ഉപനിഷത്ത് ഇങ്ങനെ 4 ടേംസിനെ പറ്റി ജസ്റ്റ് ഒരു ബ്രീഫിംഗ് ഞാൻ നിങ്ങൾക്ക് തരാം, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഫസ്റ്റ് വൺ സമവേദ. സമവേദ റെപ്രസെൻറ്റ്സ് ദ ഫോഴ്സ് ഓഫ് സ്പിരിച്വൽ നോളജ് ആൻഡ് പവർ ഓഫ് ഡിവോഷൻ. സ്പിരിച്വൽ നോളജ് അതുപോലെ തന്നെ പവർ ഓഫ് ഡിവോഷൻ അതിനെയെല്ലാമാണ് സമവേദ റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ സാമവേദ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇനി ഋഗ്വേദ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാർജ് കളക്ഷൻ ഓഫ് ഹൈംസ് ഇൻ പ്രേസ് ഓഫ് ഗോഡ്. ഗോഡ്സിൻ്റെ ഹൈംസ് ഇല്ലേ, അതിൻ്റെ ഒരു ലാർജ് കളക്ഷനെയാണ് ഋഗ്വേദ എന്ന് പറയുന്നത്. വിച്ച് ആർ ചാൻഡ് ഇൻ വേരിയസ് റിച്വൽസ്. ഓരോ പൂജകളും അങ്ങനെ ഓരോ റിച്വൽസും വരുമ്പോൾ നമ്മൾ ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ഹൈംസ്, ഓക്കെ, അതിനെയാണ് ഋഗ്വേദ എന്ന് പറയുന്നത്. ഓക്കെ,
ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് വേദ. വേദാനന്ദ അതും വേദയും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. അതായത് വേദാനന്ദ എന്ന് പറയുന്നത് വിച്ച് മീൻസ് ദ എൻഡ് ഓഫ് വേദാസ്. വേദാസ് എൻഡ് ചെയ്യുന്നതിനെയാണ് വേദാനന്ദ എന്ന് പറയുന്നത്. ആൻഡ് ഒറിജിനലി റെഫേഴ്സ് ടു ഉപനിഷത്ത്. ഉപനിഷത്ത് എന്നാണ് ആദ്യം വിളിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അതിന് വേദാനന്ദ എന്നാണ് പറയുന്നത്. വേദാനന്ദ ഇസ് കൺസേൺഡ് വിത്ത് നോളജ് സെക്ഷൻ ഓഫ് വേദാസ് വിച്ച് ഇസ് കോൾഡ് ഉപനിഷത്ത്. സോ വേദാനന്ദയും ഉപനിഷത്തും തമ്മിൽ കുറച്ചൊരു റിലേഷൻ ഉണ്ട്. ഓക്കെ. ആൻഡ് ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ ദീസ് ആർ ദ വിസ്ഡം ടീച്ചിങ് ദാറ്റ് എക്സ്പ്ലോർ ദ ഡീപ്പർ ഇൻറ്റേർണൽ മീനിങ് ഓഫ് സാക്രിഫൈസ്. സാക്രിഫൈസിൻ്റെ ഇന്നർ മീനിങ്, ഇൻറ്റേർണൽ മീനിങ്ങിനെയാണ് ഉപനിഷത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഈ 4 ടേംസിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. And with this note, we are concluding. Let's see in the next video with next set of 7 questions. Till then, work hard and study well. Keep on reviewing your notes. എപ്പോൾ തുടങ്ങി അറ്റൻഡ് ചെയ്തോ അത് തുടങ്ങിയിട്ടുള്ള നിങ്ങളുടെ നോട്ട്സ്, ഞാൻ പറഞ്ഞു തന്നിട്ടുള്ള എല്ലാ പോയിൻറ്റ്സും നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നെങ്കിൽ ആ പോയിൻറ്റ്സ് എല്ലാം നല്ല രീതിയിൽ തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് കേരള സെറ്റ് 2021 എന്ന് പറയുന്ന ഈ ഒരു എക്സാം വളരെയധികം ഈസി ആയിരിക്കും. Okay, so let's see. That's it. Thank you.